തീർച്ചയായും സജിത്ത് സൂചിപ്പിച്ചത് ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങളെയാണ്. നമ്മൾ കഴിഞ്ഞ വാർത്തകളിലടക്കം അക്കാര്യം സൂചിപ്പിച്ചു പോയതാണ്. പുന്നപ്ര സമര കാലഘട്ടത്തിൽ 1946 ആയിരുന്നു VS അച്യുതാനന്ദന് ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്നത്. അങ്ങനെ ഒളിവിൽ കഴിഞ്ഞ കുടുംബം എന്നതാണ് ഈ വാലാനിക്കൽ എന്ന് പറയുന്ന കുടുംബം. ആ സമയത്ത് വാലാനിക്കൽ ഇട്ടുണ്ടാൻ എന്ന് പറയുന്ന ആൾ ആയിരുന്നു ഇങ്ങനെ ഒളിവിൽ താമസിക്കാൻ അവസരം നൽകിയത്. അതിനിടയിൽ എങ്ങനെയോ പോലീസിന് വിവരം ലഭിക്കുകയും അങ്ങനെ പോലീസ് VS അച്യുതാനന്ദനെ പിടികൂടുകയും ചെയ്തു. പിന്നീട് ലോക്കപ്പിൽ അതിക്രൂരമായ പീഡനങ്ങളാണ് തനിക്ക് ഏൽക്കേണ്ടി വന്നത് എന്ന് VS തന്നെ വ്യക്തമാക്കിയ സാഹചര്യമുണ്ടായിരുന്നു. സഖാവ് P കൃഷ്ണപിള്ള ഉൾപ്പെടെ ഉള്ളവർ എവിടെയാണ് താമസിക്കുന്നത് എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് VS അന്ന് മറുപടി നൽകിയിരുന്നില്ല. വേലിക്കകത്ത് വീട്ടിലെ പൊതുദർശനം പൂർത്തിയാക്കുന്നു. കാലങ്ങളോളം VSന്റെ കർമ്മ മണ്ഡലമായിരുന്നു ആ വസതിയിൽ. VS അവിടെ എത്തിയതിനു ശേഷം പിന്നീട് ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഏറ്റവും അധികം സംസാരിച്ചൊരു വീട്ടുപേരിൽ ഒന്നാണ് വേലിക്കകത്ത് എന്നത്. അവിടെ നിന്ന് VS പടിയിറങ്ങുകയാണ്. ഇനി ആ വേലിക്കകത്ത് വീട്ടിലേക്ക് VS മടങ്ങി വരില്ല. അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര ആണ്. VS അച്യുതാനന്ദൻ എന്ന കേരളത്തിൻ്റെ വിപ്ലവ നക്ഷത്രം അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് യാത്ര പറയുകയാണ്. ശരണ്യുണ്ട്. ശരണ്യ അങ്ങേറ്റം വൈകാരികമാണ് VSന്റെ യാത്ര പറച്ചിൽ. അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. VS യഥാർത്ഥ ആരോഗ്യത്തോടെ അല്പം കൂടി സജീവമായി പൊതുമണ്ഡലത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നം അല്പം കൂടി നേരത്തെ പരിഹരിക്കപ്പെട്ടേനെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ സമരവേദിയിൽ വന്ന ധാരാളം ആളുകൾ അത് പറഞ്ഞു. സഖാവ് VS ആരോഗ്യത്തോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത്രയധികം ഈ തെരുവിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല എന്ന് പബ്ലിക് അല്ലെങ്കിൽ പഴയ ഇടതുപക്ഷക്കാരായ ധാരാളം പ്രായം ചെന്ന മനുഷ്യരൊക്കെ ഒരുപക്ഷെ VSനോടൊപ്പവും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ളവരോ VSനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുമാണ്. ഒരുപക്ഷെ അദ്ദേഹം ആരോഗ്യത്തോടെ ഇരുന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയേറെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല എന്ന് പബ്ലിക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും ചിലപ്പോൾ അങ്ങനെ ആയിരുന്നിരിക്കുമെന്ന് ആഗ്രഹിച്ചു. VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് പടിയിറങ്ങുന്നു. വിപ്ലവത്തിൻ്റെ മണ്ണിൽ VS അച്യുതാനന്ദൻ എന്ന പേരിനൊപ്പം രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു വീട്ടുപേര് കൂടിയായിരുന്നു വേലിക്കകത്ത് എന്നത്. കാലങ്ങളോളം VS
തൻ്റെ കർമ്മമണ്ഡലം എവിടെയാണ് എങ്കിലും തിരിച്ചെത്തുന്നത് ഈ വീട്ടിലേക്കായിരുന്നു. ഇവിടെ നിന്ന് പലപ്പോഴും തലസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്നു. അങ്ങനെ എത്രയോ യാത്രകൾ, എത്രയോ വിശ്രമവേളകളിൽ അടക്കം എത്തുന്ന വീട്, ഒട്ടേറെ രാഷ്ട്രീയ ചർച്ചകൾ നടന്നിട്ടുള്ള വീട്, VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തുന്നതിൽ പരുവപ്പെടുത്തുന്നതിൽ ഒക്കെ നിർണായകമായിട്ടുള്ള ഇടം ആയിരുന്നു ഈ വേലിക്കകത്ത് വീട് എന്നത് മാനസികമായും VS അച്യുതാനന്ദന് ഏറെ വൈകാരികമായ അടുപ്പമുള്ള വീട്. ആ വീട്ടിൽ നിന്നാണ് VS അച്യുതാനന്ദൻ പടിയിറങ്ങുന്നത്. ഇനിയൊരിക്കലും വേലിക്കകത്ത് വീട്ടിൽ VSന്റെ സാന്നിധ്യം ഉണ്ടാകില്ല എന്ന് തിരിച്ചറിയുന്നു. ശരണ്യയുണ്ട്. ശരണ്യ, ഏറെ വൈകാരികമായി വേലിക്കകത്ത് വീട്ടിൽ നിന്ന് VSനോട് വിട പറയുകയാണല്ലോ സഖാക്കൾ. തീർച്ചയായും വേലിക്കകത്ത് വീട്ടിൽ നിന്ന് VS എന്നേക്കുമായി യാത്ര പറയുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഒരിടമായിരുന്നു വേലിക്കകത്ത് വീട്. ആ പുന്നപ്രയിലെ വസതിയിൽ VSന്റെ വീട് എന്ന് അഹങ്കാരത്തോടു കൂടി പറഞ്ഞിരുന്ന ആ ഒരു വീട്ടിൽ നിന്നും VS ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി അദ്ദേഹം നീങ്ങുന്നത് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ്, കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിലേക്കാണ്. അദ്ദേഹത്തിന്റെ ഗുരുവും കൂടിയായിട്ടുള്ള അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് നയിച്ച കൃഷ്ണപിള്ളയുടെ പേരിലുള്ള കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിലേക്കാണ് ഇപ്പോൾ VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്ന. ആയിരക്കണക്കിന് ആളുകളാണ് ഈ വേലിക്കകത്ത് വീടിന്റെ പരിമിതികൾക്കുള്ളിലും തങ്ങളുടെ പ്രിയ നേതാവിനെ കാണാനായി ഇവിടേക്ക് ഒഴുകിയെത്തിയത്. പുലർച്ചെ മുതൽ ഇന്ന് രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന വലിയ ആൾക്കൂട്ടം. ഒടുവിൽ ഓടി വന്ന് അവർ ഒരു നോക്ക് കണ്ടുപോയി എന്ന് തന്നെ പറയാം. കാരണം വളരെ പരിമിതമായിരുന്നു സാഹചര്യം. 12 മണിയായി VSന്റെ ഭൗതിക ശരീരം ഇന്നിവിടേക്ക് എത്തിച്ചപ്പോൾ ഇന്നലെ രാത്രി 9 മണിക്ക് എത്തുമെന്ന് പറഞ്ഞത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ആ ഭൗതിക ശരീരം ഈ വേലിക്കകത്ത് വീടിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞത്. വെറും 10 മിനിറ്റ് മാത്രമാണ് ബന്ധുക്കൾക്ക് മറ്റും കാണാനായി അകത്ത് കാര്യങ്ങൾ ക്രമീകരിച്ചത്. അതിനുശേഷം പിന്നീട് ഇവിടെ പൊതുദർശനത്തിനായി വെക്കുകയായിരുന്നു. ആളുകൾ ഓടി വന്ന് കയറി മുദ്രാവാക്യം വിളിച്ച് VSനെ ഒരു നോക്ക് കണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചു പോകുന്ന ആളുകളുടെ തിക്കും തിരക്കും. ആദ്യഘട്ടത്തിൽ പോലീസിന് ഇവിടുത്തെ തിക്കും തിരക്കുമൊന്നും ക്രമീകരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. പിന്നീട് VSും ഒക്കെ അനൗൺസ്മെന്റും പോലീസും ഒക്കെ ഇടപെട്ടാണ് അത്തരത്തിലൊരു ക്രമീകരണം ഒരുക്കി കയറുവെച്ച് തിരിച്ച് കുറച്ച് ആളുകളെ മാത്രം അകത്തേക്ക് എത്തിവിടുകയും പിന്നീട് അവരെ ഇറക്കിയതിനു ശേഷം അടുത്ത ആളുകളെ കയറ്റി. അങ്ങനെയാണ് ഇപ്പോ ഇവിടെ വെറും 20 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെയും ഇപ്പോൾ 2:45 സമയം ഒരുപാട് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇനി DC ഓഫീസിൽ കൊണ്ടുപോകണം. പിണറായി വിജയൻ അടക്കമുള്ള CPMന്റെ മുതിർന്ന നേതാക്കളൊക്കെ DC ഓഫീസിലുണ്ട്. അവിടെ വെച്ചിട്ട് ജില്ലയിലെ പാർട്ടി പ്രവർത്തകരും ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർക്കും ജില്ലാ കമ്മിറ്റിയുടെയും ഒക്കെ ഒരു അഭിവാദ്യം അർപ്പിക്കലുണ്ട്. അതിനുശേഷം പിന്നീട് ആണ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വീണ്ടും പൊതു ജനങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ ഉള്ള ക്രമീകരണം ഒരുക്കിയിട്ടുള്ള റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് VSന്റെ ഭൗതിക ശരീരം എത്തിക്കുക. ഇപ്പോ 4 മണിയാണ് നേരത്തെ നിശ്ചയിച്ച പ്രകാരം. 3 മണി കഴിഞ്ഞ് സംസ്കാരം നടത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതൊന്നും നടക്കില്ല. ഇന്ന് രാത്രിയായാലും ഈ സംസ്കാരം എങ്ങനെയെന്നുള്ള ചിന്തകളാണ് ഉള്ളത്. കാരണം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലൊക്കെ വലിയ ജനപ്രവാഹമാണ് അഭിലാഷുള്ളത്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ വലിയ ജനപ്രവാഹം ആണ്, നിലയ്ക്കാത്ത ജനപ്രവാഹമാണ്. ഇന്നലെ 2:30 ദർബാർ ഹാളിൽ നിന്ന് വിലാപയാത്ര ആരംഭിച്ചപ്പോൾ മുതൽ ആ അണയാത്ത ജനപ്രവാഹത്തിന് ഒരു തടസ്സവും നേരിട്ടില്ല എന്നുള്ളതാണ്. രാത്രിയേറെ വൈകിയും പാതയോരങ്ങളിൽ കാത്തിരുന്നവർ ഇന്ന് രാവിലെ 9 മണിക്കെങ്കിലും വേലിക്കകത്ത് വീട്ടിലേക്ക് എത്താം എന്ന് കണക്കുകൂട്ടിയിരുന്നുവെങ്കിൽ അവിടേക്ക് എത്തുമ്പോഴേക്കും ഇന്ന് 12 മണി ആയിരുന്നു, സമയം കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അത്രമേൽ വൈകി മാത്രമാണ് വസതിയിലേക്ക് പോലും വിലാപയാത്രയ്ക്ക് എത്താൻ സാധിച്ചത്. ഇന്നലെ